ഓക്കെ, നമ്മുടെ ക്ലാസ് ആരംഭിക്കാം കേട്ടോ. എന്നാലേ എല്ലാവരും നോക്കിയിരിക്കണേ. നമുക്കിന്ന് പഠിക്കാനുള്ളത് 10 പ്രിപ്പോസിഷൻസ്, ഇംഗ്ലീഷിലെ 10 പ്രിപ്പോസിഷൻസ് ആണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങല്ലേ, ക്ലാസ് തുടങ്ങല്ലേ. ഓക്കെ, എന്നാൽ ആരംഭിക്കാം. എബവ്, ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രിപ്പോസിഷനാണ് എബവ്. എന്താണ് എബവ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ? എന്താണ് എബവ്? എബവ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താണ് അർത്ഥം? എബവ് എന്ന് പറഞ്ഞത് ഒരു പൊസിഷനെ സൂചിപ്പിക്കുന്നതാണ്, മുകളിൽ എന്നാണ് അർത്ഥം. എന്താണ് എബവ് എന്ന് പറഞ്ഞാൽ അർത്ഥം? മുകളിൽ, മുകളിൽ എന്നാണ് എബോവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം. നമുക്ക് സെൻറ്റൻസ് നോക്കാമല്ലേ, എങ്ങനെയാണ് ഈ എബോവ് എന്നുള്ള സെൻറ്റൻസിൽ വരിക? ദ കോക്കനട്ട്, ദ കോക്കനട്ട്. എന്താണ് ദ കോക്കനട്ട് എന്ന് പറഞ്ഞത്? ഈ ദ എന്ന സാധനം, ദ എന്ന ആർട്ടിക്കിൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം കേട്ടോ. ദാക്ക് എന്താ പറയുക? ആർട്ടിക്കിൾ എന്നാണ് പറയാം കേട്ടോ. അപ്പോൾ ദ എന്ന വേർഡ് അത് ഒരു വേർഡിൻ്റെ, ഒരു നൗണിൻ്റെ അല്ലെങ്കിൽ ഒരു പേരിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? അത് ഒരു ഡെഫിനിറ്റ് ആണ്. ഡെഫിനിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡിലുള്ള കോക്കനട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കോക്കനട്ടും. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്ന ദ കോക്കനട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈൻഡിലില്ല, നമ്മളിവിടെ പറയാൻ പോകുന്ന ഒരു കോക്കനട്ട് ഇല്ലേ, അതാണ്, അതിനെപ്പറ്റി പറയുമ്പോഴാണ് ദ കോക്കനട്ട് എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ സ്പെസിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ട് ഒരു സാധനത്തിനെ പറ്റി പറയുമ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുക? അതിന് മുന്നേ നമ്മൾ ദ എന്ന് ഉപയോഗിക്കുക. പെൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ പെന്നിനെ പറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും? പെൻ എന്ന് പറയാൻ പറ്റും. പക്ഷെ ദ പെൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതെന്തായി മാറി? നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ പെൻ എന്നായി മാറി. ഓക്കെ, ക്ലിയർ അല്ലേ? കിങ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജാക്കന്മാർക്കും പറ്റി നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? കിങ് എന്ന് പറയാൻ പറ്റും. എന്നാൽ ദ കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മളെ മൈൻഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രാജാവില്ലേ, ആ രാജാവിനെ പറ്റി നമ്മൾ പറയുമ്പോഴാണ് എന്ത് പറയാ? ദ കിങ് എന്ന് പറയാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. ദ കോക്കനട്ട്, ആ കോക്കനട്ട് വാസ് ആയിരുന്നു, ഹൈ ഉയർന്നതായിരുന്നു, എബവ് മുകളിൽ. ഹൈ എബവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉയർന്നതായിരുന്നു. അപ്പോൾ അവർ ഹെഡ്, അവർ ഞങ്ങളുടെ ഹെഡ്, തല, ഞങ്ങളുടെ തലക്ക് മുകളിൽ ഒരുപാട് ഉയർന്നതായിരുന്നു. സോ അതുകൊണ്ട് നോബഡി ഒരാൾക്കും, കുഡ് കഴിയും, റീച്ച് നോബഡി ഒരാൾക്കും കഴിയൂല, ഒരാൾക്കും കുഡ് റീച്ച് എത്താൻ കഴിയുകയില്ല, ഇറ്റ് അതിലേക്ക്, ഒരാൾക്കും അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? എത്താൻ കഴിയുകയില്ല. അപ്പോൾ നോക്കണം, നമ്മളൊരു സെൻറ്റൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ സെൻറ്റൻസിലൂടെ തന്നെ നമ്മൾ അതിൻ്റെ എല്ലാ മൂലയും അതിൻ്റെ എല്ലാ നൂക്ക് ആൻഡ് കോർണറുകളൊക്കെ പഠിച്ചിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഈ സെൻറ്റൻസിനൊന്ന് അനലൈസ് ചെയ്ത് തരാം. ഈ സെൻറ്റൻസ് അനാലിസിസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ സെൻറ്റൻസ് അനാലിസിസിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാറുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ അല്ലേ. ദ കോക്കനട്ട്, തേങ്ങ അല്ലേ. ദ കോക്കനട്ട്, തേങ്ങ. വാസ്, എന്താണ് വാസ് എന്ന് പറഞ്ഞ അർത്ഥം? എന്താ വാസ് എന്ന് പറഞ്ഞാൽ അർത്ഥം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. വാസ് എന്നില്ല ഇനി രണ്ടർത്ഥങ്ങൾ വരാറുണ്ട്. ഒന്ന് ഉണ്ടായിരുന്നു, പിന്നെന്ത്? ആയിരുന്നു അല്ലേ, ആയിരുന്നു. ഇങ്ങനെ രണ്ടർത്ഥങ്ങൾ എന്തിനുണ്ട്? വാസിനുണ്ട്. ഓരോ സെൻറ്റൻസിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ദ കോക്കനട്ട് വാസ്, തേങ്ങ ആയിരുന്നു എന്നാണ് ഇവിടെ അർത്ഥം. എന്നാൽ ദേർ വാസ് എ ബോയ്, അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ദേർ വാസ്, അവിടെ ഉണ്ടായിരുന്നു, എ ബോയ് ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ രണ്ടർത്ഥങ്ങൾ എന്തിന് വരാറുണ്ട്? ഈ വാസിന് രണ്ടർത്ഥങ്ങൾ എന്തിന് വരാറുണ്ട്? ഈ വാസിന് വരാറുണ്ട്. ക്ലിയർ ആയോ? നോക്കുക. ഹൈ എബോവ്, ഇനി നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. ഹൈ എബോവ് വളരെ ഉയർന്നതായിരുന്നു. അവർ ഹെഡ്, ഞങ്ങളുടെ തലകളെക്കാൾ ഒരുപാട് മുകളിലുള്ളതായിരുന്നു. ഇനി ഇവിടെ ഒരു വേർഡ് വരുന്നുണ്ട്, സോ. എന്താ ഈ സോ എന്ന് വേർഡിൻ്റെ അർത്ഥം? എന്താ ഈ സോ എന്ന് വേർഡിൻ്റെ അർത്ഥം? അതുകൊണ്ട് അല്ലേ, അതുകൊണ്ട്. അല്ലെങ്കിൽ എന്താർത്ഥം വരാറുണ്ട്? അങ്ങനെ, സോ ദാറ്റ്, അങ്ങനെ. രണ്ടർത്ഥങ്ങൾ വരാറുണ്ടല്ലേ, പല അർത്ഥങ്ങൾ വരാറുണ്ട്. സോ അതുകൊണ്ട്, അല്ലെങ്കിൽ സോ അങ്ങനെ. സോ അതുകൊണ്ട് നോബഡി ഒരാൾക്കും, കുഡ്. എന്താ കുഡ് പറഞ്ഞാൽ? ക്യാനിൻ്റെ അതേ അർത്ഥമാണല്ലേ കുഡ്. അതിൻ്റെ പാസ്റ്റാണ് എന്ത്? കുഡ്. ക്യാൻ പറഞ്ഞാൽ കഴിയും എന്താണ് അർത്ഥം? കഴിയുക എന്നാണ് അർത്ഥം. അപ്പോൾ നോബഡി കുഡ്, ഒരാൾക്കും കഴിയില്ല. നോബഡി നെഗറ്റീവാണോ? നെഗറ്റീവാണ് നോബഡി. പറഞ്ഞാൽ ഒരാൾക്കും കഴിയില്ല. റീച്ച് എത്താൻ, അതിലേക്ക് എത്താൻ ആർക്കും കഴിയില്ല. ഇനി ഇവിടെ ഒരു വെർബ് വന്നിട്ടുണ്ടല്ലേ, ഒരു വെർബ് വന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? ഒരു ക്രിയ വന്നിട്ടുണ്ട്. ഏതാണ് ക്രിയ? റീച്ച്. എന്താണ് ആ ക്രിയൻ്റെ പേര്? റീച്ച്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഏതൊരു ക്രിയക്കും എന്തുണ്ട്? 4 ഫോംസ് ഉണ്ടാവും. ഏതൊരു ക്രിയക്ക് എത്ര ഫോംസ് ഉണ്ടാവും? 4 ഫോംസ് ഉണ്ടാവും. എന്തൊക്കെയാണ് ആ ഫോംസ്? 1 റീച്ച് അല്ലേ, റീച്ച്. 2 എന്താണ്?
റീച്ച്ഡ്. എന്താണ്? റീച്ച്ഡ്. 3 എന്താണ്? റീച്ചിങ്. റീച്ചിങ്. 4 എന്താണ്? റീച്ച്ഡ് തന്നെ അല്ലേ? റീച്ച്ഡ്. ഇതിനൊക്കെ മീനിങ് എന്താണ്? റീച്ച് പറഞ്ഞാൽ എത്തി. എന്താണ്? എത്തുക എന്താണ് അർത്ഥം? എത്തുക. റീച്ച്ഡ് പറഞ്ഞാലോ എത്തി. അതിൻ്റെ പാസ്റ്റ് ആണ് കേട്ടോ. പാസ്റ്റ് പറഞ്ഞാൽ കഴിഞ്ഞ പോയി. എത്തുക, എത്തി, എത്തുന്ന. റീച്ചിങ് എന്ന് പറഞ്ഞാൽ എത്തുന്ന. അതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതിന് ഗ്രാമർ പാർട്ടുകളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ മീനിങ്സ് കൃത്യമായിട്ട് മനസ്സിലാവും. റീച്ച് പറഞ്ഞാലോ എത്തപ്പെട്ട. എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എത്തപ്പെട്ട. എത്തപ്പെട്ട. അപ്പോൾ 4 ഫോം. ഏതൊരു വെർബ് എടുത്താലും എന്തുണ്ടാവും? 4 ഫോംസ് അതിനുണ്ടാവും. അതെല്ലാവരും മനസ്സിലാക്കി വെക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഏതൊരു ഫോം എടുത്താലും എന്തുണ്ടാവും? അതിന് 4 ഏതൊരു വെർബ് എടുത്താലും അതിന് എന്തുണ്ടാവും? 4 ഫോംസ് ഉണ്ടാവും. 4 ഫോംസ് ഉണ്ടാവും. ആ കാര്യം എല്ലാവരും മൈൻഡിൽ ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ റിപ്പീറ്റഡ് ആയിപ്പോൾ ഇത് നമ്മൾ റിപ്പീറ്റഡ് സ്റ്റേറ്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പഠിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കൃത്യമായിട്ട് ഇതൊക്കെ മൈൻഡിൽ കയറി കിട്ടുള്ളൂ. ഒരു വട്ടമൊന്നും കേട്ടോണ്ട് ഇതൊരാൾക്കും എന്ത് ചെയ്യില്ല, മൈൻഡിൽ കയറില്ല. ഓക്കെ, അടുത്ത വേർഡാണ് എക്രോസ്. എന്താണ് എക്രോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം? എന്താണ് എക്രോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം? എന്താ എക്രോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷനെ സൂചിപ്പിക്കുന്നതാണ്. എക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷനെ സൂചിപ്പിക്കുന്നതാണ്. ദ ക്യാറ്റ്, അതായത് ദ ക്യാറ്റ് പൂച്ച. ദ ക്യാറ്റ് പൂച്ച. നമ്മളെന്ത് പറഞ്ഞു? ദ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ക്യാറ്റ് എന്ന ലോകത്തിലെ എല്ലാ പൂച്ചയെ പറ്റി നമുക്ക് എന്താ പറയാൻ പറ്റും? ക്യാറ്റ് എന്ന് പറയാൻ പറ്റും. എന്നാൽ ദ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റിയാണ്? അത് നമ്മുടെ മൈൻഡിൽ ഉദ്ദേശിച്ചുള്ള ക്യാറ്റ്. അത് അത് കിടക്കുന്നു. അത് കിടക്കുന്നു. എക്രോസ് വിലങ്ങനെ, കുറുകെ. എന്താ എക്രോസിൻ്റെ അർത്ഥം? കുറുകെ അല്ലെങ്കിൽ എന്താ അർത്ഥം? വിലങ്ങനെ. നമ്മൾ പറയില്ലേ വെലങ്ങനെ, കുറുകെ എന്നൊക്കെ പറയാറില്ലേ? ആ മീനിങ് ആണ് അക്രോസ്. അത് വിലങ്ങനെ കിടക്കുന്നു. മൈ ലാപ്പ് പറഞ്ഞാൽ എൻ്റെ മടിത്തട്ട്, എൻ്റെ മടിയിൽ വിലങ്ങനെയാണ് പൂച്ച കിടക്കുന്നത്. ക്ലിയർ ആയോ? സെൻറ്റൻസ് ക്ലിയർ ആയോ? ഇനി അടുത്തതിലേക്ക് പോകാം. എക്രോസ്. വേറൊരു മീനിങ് കൂടി എക്രോസിനുണ്ട്. ഡയറക്ഷൻ സൂചിപ്പിക്കാറുണ്ട്. ഒന്ന് പൊസിഷനാണ്. എങ്ങനെ കിടക്കുന്നത്? വിലങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ എന്ത്? എക്രോസ് എന്ന് പറഞ്ഞാൽ വിലങ്ങനെ, കുറുകെ എന്നൊക്കെ അർത്ഥം ഉണ്ടായിരുന്നു അല്ലേ? ഇനി വേറൊരു മീനിങ് കൂടി എക്രോസിനുണ്ട്. എന്താണ് ആ മീനിങ്? അത് വി വോക്ക്ഡ്. അത് ഡയറക്ഷൻ. വി വോക്ക്ഡ്, നേരെ ക്രോസ് ആയിട്ട് നടന്നു സ്ട്രീറ്റിൽ. ഓക്കെ, വി ഞങ്ങൾ വോക്ക്ഡ് നടന്നു, എക്രോസ് വിലങ്ങനെ, ദ സ്ട്രീറ്റിന് വിലങ്ങനെ, അല്ലെങ്കിൽ സ്ട്രീറ്റിന് പാരലലായിട്ട് നടന്നു, അല്ലെങ്കിൽ സ്ട്രീറ്റിന് കുറുകെ ആയിട്ട് നടന്നു. ഓക്കെ, 2 മീനിങ്ങും ഇതിൽ പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഈ സെൻറ്റൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അല്ലേ? ഈ സെൻറ്റൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എങ്ങനെ അനലൈസ് ചെയ്യാം? വി എന്ന വേർഡ് എന്തൊക്കെയാണ്? വി എന്നുള്ള വേർഡിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട വേർഡുകൾ എന്തൊക്കെയാണ് പറഞ്ഞാണ്? ഹി അവൻ, ഷീ അവൾ, ഐ ഞാൻ, ദേ അവർ, പിന്നെ വി ഞങ്ങൾ, ദാറ്റ് അത്, ദിസ് ഇത്, ദീസ് അല്ലേ? ദിസിൻ്റെ പ്ലൂറലാണ് ദീസ് കേട്ടോ. ദീസ് പറഞ്ഞാൽ ഇവകൾ. പിന്നെ ദോസ് എന്ന് പറഞ്ഞാൽ അവകൾ. അപ്പം എന്തൊക്കെയാണ് പഠിച്ചത്? ഹി എന്താ അർത്ഥം? അവൻ. ഹി പറഞ്ഞാൽ അവൻ, ഷീ അവൾ, ദേ അവർ, വി ഞങ്ങൾ, ദാറ്റ് അത്, ദിസ് ഇത്, ദീസ് ഇവകൾ, ദോസ് അവകൾ. എന്നൊരു പറഞ്ഞതിൻ്റെ കൂടെ പറഞ്ഞാണ് ഹി അവൻ, ഷീ അവൾ, ദേ അവർ, വി ഞങ്ങൾ, ദാറ്റ് അത്, ദിസ് ഇത്, ദീസ് ഇവകൾ, ദോസ് അവകൾ. ക്ലിയർ ആയോ? ഇനി ഡൗട്ട് ഉണ്ടായത് കേട്ടോ. അതൊക്കെ ഒന്നും പറഞ്ഞാണ് ഹി അവൻ, ഷീ അവൾ, ദേ അവർ, വി ഞങ്ങൾ, ദാറ്റ് അത്, ദിസ് ഇത്, ദീസ് ഇവകൾ, ദോസ് അവകൾ. ക്ലിയർ ആയോ? അപ്പോൾ ഈ വേർഡ്സ് ഒന്നും ഒരിക്കലും മറന്നു പോകരുത്. ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന വേർഡുകളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറന്നു പോകാൻ പാടില്ല. ഓക്കെ, ഇതൊക്കെ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ നമ്മൾ ഗ്രാമർ പാർട്ടിലേക്കൊക്കെ കിടക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി, ഇപ്പോൾ തന്നെ പഠിച്ചു പോയാൽ അന്നത് വളരെ ഈസി ആയിട്ട് തോന്നും. ഇത് ഗ്രാമറാണ്, പക്ഷേ ഗ്രാമറല്ല, നമ്മൾ ഗ്രാമറായിട്ടല്ല പഠിക്കുന്നത്, നമ്മൾ വൊക്കാബുലറി ആയിട്ടാണ് ഇത് പഠിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത വേർഡ് ഈ വോക്ക്ഡ്. ഇവിടെ ഒരു വേർഡ് ഉണ്ട് വോക്ക്ഡ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏതൊരു വെർബും നമുക്ക് കിട്ടിയാൽ നമ്മളതിന് എത്ര പാർട്ടാക്കി മാറ്റും? 4 ഫോംസ് ആക്കി മാറ്റും അല്ലേ?
വോക്ക്, ഒന്ന് വോക്ക് നടക്കുന്നു, 2 വോക്ക് നടന്നു, 3 വോക്കിംഗ് നടക്കുന്ന, 4 വോക്ക്ഡ് നടക്കപ്പെട്ട. എത്ര വേർഡ്? വോക്ക് നടക്കുന്നു, വോക്ക്ഡ് നടന്നു, വോക്കിംഗ് നടക്കുന്ന, വോക്ക്ഡ് നടക്കപ്പെട്ട. അപ്പോൾ എത്ര ഏതൊരു വെർബ് കിട്ടിയാലും നമ്മൾ എത്ര ഫോം ആക്കണം? ഇതിന് 4 ഫോം ആക്കണം. എന്തൊക്കെയാണ് മീനിങ്? നടക്കുന്നു, നടന്നു, നടക്കുന്ന. ഇനി പഠിക്കാൻ വോക്ക്ഡ് അക്രോസ് അല്ലേ? അക്രോസ് ദ സ്ട്രീറ്റ്, സ്ട്രീറ്റിന് വിലങ്ങനെ നടന്നു അല്ലേ? സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏത് സ്ട്രീറ്റിനെ പറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്ട്രീറ്റ് എന്ന് പറയാൻ പറ്റും. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്ന സ്ട്രീറ്റ് ഏതാണ്? ദ സ്ട്രീറ്റ്. നമ്മളെ മൈൻഡിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ട്രീറ്റ്, അതിനാണ് എന്ത് പറയുക? ദ സ്ട്രീറ്റ് എന്ന് പറയാം. ഓക്കെ. അടുത്ത് ആഫ്റ്റർ, ആഫ്റ്റർ ശേഷം. എന്താണ് പറയുക? ടൈമിനെ പറ്റിയാണ് നമ്മൾ എന്ത് പറയുക? ആഫ്റ്റർ എന്ന് പറയാം. ആഫ്റ്റർ എന്ന അർത്ഥം ശേഷം. എന്താണ് അർത്ഥം? ശേഷം. ആഫ്റ്റർ ഡിന്നർ, ഡിന്നറിന് ശേഷം. എന്ത്? ആഫ്റ്റർ ഡിന്നർ, ഡിന്നറിന് ശേഷം. ആഫ്റ്റർ ഡിന്നർ, ഡിന്നറിന് ശേഷം. വി ഞങ്ങൾ എയ്റ്റ് തിന്നു, ഡെസേർട്ട് ഒരു ഡെസേർട്ട് ഞങ്ങൾ കഴിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? സെൻറ്റൻസ് ക്ലിയർ അല്ലേ? ആ സെൻറ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ എന്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? 8 അല്ലേ? 8 ഏതൊരു തിന്നുക എന്നുള്ള വെർബാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 ഫോംസിലേക്ക് മാറ്റാം. ഈറ്റ് തിന്നുക, 8 തിന്നു, 8 സോറി ഇവിടെ അടുത്ത വേർഡ് ഈറ്റിംഗ്, തിന്നുന്ന, ഈറ്റൺ തിന്നപ്പെട്ട. എന്തൊക്കെയാണ്? ഈറ്റ് തിന്നു, തിന്നുക, 8 തിന്നു, ഈറ്റിംഗ് തിന്നുന്ന, ഈറ്റൺ തിന്നപ്പെട്ട എന്ന് പറഞ്ഞാൽ എത്ര ഫോമുണ്ട് ഈറ്റിന്? ഈറ്റ് തിന്നുക, 8 തിന്നു, ഈറ്റിംഗ് തിന്നുന്ന, ഈറ്റൺ തിന്നപ്പെട്ട. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഏതൊരു വെർബെടുത്താലും നമ്മൾ അതിനെന്ത് ചെയ്യണം? 4 ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതൊക്കെ ഗ്രാമറിൻ്റെ പാർട്ടാണ് കേട്ടോ. പക്ഷേ നമ്മളിത് എന്തല്ല, ഗ്രാമറായിട്ടല്ല പഠിക്കുന്നത്, നമ്മളിതിന് വെറും വൊക്കാബുലറി ആയിട്ടാണ് പഠിക്കുന്നത്. ഡെയിലി പ്രാക്ടീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നേടിയെടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അടുത്ത വേർഡ് എന്താ നോക്കുക അല്ലേ? അടുത്ത വേർഡ് നോക്കണ്ടേ? എന്താണ് അടുത്ത വേർഡ്? അടുത്ത വേർഡ് എന്താണ്? എഗെയിൻസ്റ്റ്. എന്താണ് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ? എഗെയിൻസ്റ്റ് എതിരെ, എഗെയിൻസ്റ്റ് പൊസിഷൻ, എതിരെ അല്ലേ? പൊസിഷൻ നേരെ, ഒരു പൊസിഷൻ നേരെ അല്ലേ? ഒരു പോസ്റ്റിന് നേരെ. എഗെയിൻ ഐ വാസ് ലീനിങ് എഗെയിൻസ്റ്റ് ദ പോസ്റ്റ് അല്ലേ? എഗെയിൻസ്റ്റ് ദ പോസ്റ്റ്, പോസ്റ്റിന് എതിരായിട്ട് ഞാൻ എന്ത് ചെയ്യായിരുന്നു? ചാരി നിൽക്കുകയായിരുന്നു. വേറെ ഒരു ഉപയോഗം കൂടി ഉണ്ട്. എന്ത്? ഡയറക്ഷൻ. അതായത് എഗെയിൻസ്റ്റ്, അതിനെതിരെ എന്നൊരു പ്രയോഗം കൂടി ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ നോക്കാം, രണ്ടും നമുക്ക് നോക്കാം. ടു ലീൻ, ചാഞ്ഞു നിൽക്കുക. എഗെയിൻസ്റ്റ് എന്തിന് നേരെ? ദ വോൾ, ചുമരിന് നേരെ. ഇവിടെ എന്തൊക്കെയാ? പൊസിഷൻ നേരെ ആകുമ്പോൾ നേരെ എന്നാണ് അർത്ഥം. നേരെ, അതിന് നേരെ, പോസ്റ്റിന് നേരെ ചാഞ്ഞു നിൽക്കുക. ടു ലീൻ, ചാഞ്ഞു നിൽക്കുക. എന്ത്? എങ്ങനെ ചാരി നിൽക്കുക? എഗെയിൻസ്റ്റ്, നേരെയായിട്ട്. എന്തിന് നേരെയായിട്ട്? ദ വോൾ, ചുമരിന് നേരെയായിട്ട് ചാരി നിൽക്കുക. ഇനി അടുത്ത ഡയറക്ഷൻ എങ്ങനെ ഉപയോഗിക്കുക? ഹി, അവൻ, ത്രൂ, എറിഞ്ഞു, ദ ഗ്ലാസ്, ഗ്ലാസിനെ എറിഞ്ഞു, എഗെയിൻസ്റ്റ്, ഏത് ഡയറക്ഷനിലേക്ക്? നേരെ. ഇവിടെ എന്താണ് അർത്ഥം? നേരെ തന്നെയാണ് അർത്ഥം കേട്ടോ. നേരെ, ഏത് ഡയറക്ഷന് നേരെയാണ് എറിഞ്ഞത്? ദ വോൾ, ചുമരിന് നേരെ അവൻ എന്ത് ചെയ്തു? എറിഞ്ഞു. അപ്പോൾ നേരെ അല്ലെങ്കിൽ അതിന് ബലങ്ങനെ എന്നൊക്കെയുള്ള അർത്ഥം എന്തിനുണ്ട്? അഗെയിൻസ്റ്റിനുണ്ട്. അപ്പോൾ മീനിങ് എല്ലാവരും എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. നമുക്ക് ഈ സെൻറ്റൻസ് ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയാലോ? ഈ സെൻറ്റൻസിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയാൽ ഈ സെൻറ്റൻസിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടാനുള്ളത്? ടു ലീൻ എന്ന് പറഞ്ഞാൽ ചായ, ടു ലീൻ. അതായത് ടു എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥമുണ്ട്? ആൻ എന്നർത്ഥമുണ്ട്. ആൻ. ടു ഗോ എന്താർത്ഥം? പോകാൻ. ടു പ്ലേ എന്താർത്ഥം? കളിക്കാൻ. ടു ജമ്പ് എന്താർത്ഥം? ചാടാൻ. ടു സി എന്നർത്ഥം? കാണാൻ. അപ്പോൾ ടു എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അർത്ഥമുണ്ട്? ആൻ എന്നർത്ഥമുണ്ട് കേട്ടോ. ഒരു വെർബിന് മുന്നിൽ ടു വന്നാൽ ആൻ എന്നർത്ഥമുണ്ട്. ക്ലിയർ ആയോ? എന്നാൽ ഇവിടെ ആ ടു അല്ല കേട്ടോ. ഇവിടെ ആ ടു അല്ല. ഇതെന്താണ്? ഇത് സാധാരണ നമ്മൾ വെർബുകൾ ഉപയോഗിക്കുമ്പോൾ ടു ലീൻ, ചാഞ്ഞു നിൽക്കുക. ഒരു വെർബ് പറയുമ്പോൾ നമ്മൾ ഇൻഫിനിറ്റീവ് രീതിയിലൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മളതിന് ടു ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക,
അപ്പോൾ ടു എന്ന് പറഞ്ഞാൽ ആൺ എന്നുള്ളൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. ഒരു ടുലീൻ ചായാൻ. പക്ഷെ ഇവിടെ അതല്ല അർത്ഥം. ഇവിടെ എന്താണ്? ഇവിടെ ഇൻഫിനിറ്റീവ് വെർബിന് മുന്നിൽ കൊടുത്തതാണ് കേട്ടോ. നോക്കാം ക്ലിയർ ആയോ? ഒന്നുകൂടി നോക്കാം. ടുലീൻ ചാഞ്ഞ് നിൽക്കുക എഗെയിൻസ്റ്റ് എതിരെ ദ വോൾ ചുമരിന്. അപ്പോൾ അത് നമുക്ക് എന്താ പഠിക്കാൻ? ടു എന്നുള്ള വേർഡിൻ്റെ മീനിങ് മാത്രം നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇതിൽ പഠിക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ത്രൂ. ഇവിടെ നമ്മൾ പഠിച്ചല്ലോ എന്ത്? ഏതൊരു വെർബ് കിട്ടിയാലും നമ്മൾ അതിന് എത്ര ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും? 4 ഫോമിലേക്ക് അല്ലേ? എന്താണ്? ത്രോ എറിയുക, ത്രൂ എറിഞ്ഞു, ത്രോയിങ് എറിയുന്ന, ത്രോൺ എറിയപ്പെട്ട. അപ്പോൾ ഏതൊരു വെർബ് കിട്ടിയാലും അത് നമ്മൾ എന്ത് ചെയ്യണം? 4 ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇതിലൊന്നും ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ? നോക്കാം. ഹീ ത്രൂ. അവൻ എറിഞ്ഞു ദ ഗ്ലാസ് എഗെയിൻസ്റ്റ് ദ വോൾ. ചുമരിന് എതിരായിട്ട്, നേരെയായിട്ട്. ഇനി അടുത്ത വെർബ് എലോങ്. എന്താ എലോങ് എന്നാണ് അർത്ഥം? എലോങ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പാരലായിട്ട്. എലോങ് എന്ന് പറഞ്ഞാൽ പാരലായിട്ട്. അപ്പോൾ എന്താ അർത്ഥം? ദ പാത്ത്, വഴി എന്താണ്? ലെഡ്, അത് നീണ്ടു കിടക്കുകയാണ്. എലോങ് ദ റിവറിന് കുറുകെ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓവർ എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ പാരലായിട്ട് എന്നൊക്കെ അർത്ഥം എന്തുണ്ട് ഈ എലോങ് എന്നുള്ള വേർഡിനുണ്ട്. ക്ലിയർ ആയോ? ഇനി അടുത്ത വേർഡ് എമങ്. ഇടയിൽ. എന്താണ് എമങ് എന്ന് പറഞ്ഞാൽ അർത്ഥം? ഇടയിൽ. ദ ഡീർ, മാൻപേട. ഹൈഡ്, അതെന്താണ്? ഒളിഞ്ഞിരിക്കുന്നു. എമങ്, ഇടയിൽ. എന്തിൻ്റെ? ദ ട്രീയുടെ ഇടയിൽ എന്തുണ്ട്? ഒളിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത് നെക്സ്റ്റ് എറൗണ്ട്, ചുറ്റും. ദർ വാസ്, അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചില്ലേ? വാസിന് എന്തർത്ഥം കൂടിയുണ്ട്? ഉണ്ടായിരുന്നു എന്നർത്ഥം കൂടി എന്തുണ്ട്? വാസിനുണ്ട്. എ വൈറ്റ്. ദർ വാസ്, അവിടെ ഉണ്ടായിരുന്നു. എ വൈറ്റ്, ഒരു വെള്ള ഫെൻസ്, വേലി. എറൗണ്ട്, ചുറ്റും. ദ ഹൗസ്, വീടിന് ചുറ്റും ഒരു റൗണ്ട് വേലി ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു വൈറ്റ് വേലി എന്തിനു ചുറ്റും ഉണ്ടായിരുന്നു? വീടിന് ചുറ്റും ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ ആയല്ലോ അല്ലേ? അതിൽ ഞങ്ങൾക്ക് ഡൗട്ടൊന്നുമില്ലല്ലോ. നമ്മൾ ലാസ്റ്റത്തെ വേർഡ് നോക്കാം. എന്താണ്? അറൗണ്ട്. അറൗണ്ടിൻ്റെ മറ്റൊരു യൂസേജ് എന്താണ്? ഹി വോക്ക്ഡ്, അവൻ നടന്നു. അവൻ നടന്നു. എങ്ങോട്ട്? എറൗണ്ട്, ചുറ്റും. ദ ട്രീ, മരത്തിന് ചുറ്റും അവൻ എന്ത് ചെയ്തു? നടന്നു. എറൗണ്ട് പറഞ്ഞാൽ ചുറ്റും. അവൻ നടന്നു. എറൗണ്ട് ദി ട്രീക്ക്, ഒരു മരത്തിന് ചുറ്റും അവൻ നടന്നു. ഓക്കെ, അപ്പോൾ എറൗണ്ടിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് എറൗണ്ടിൻ്റെ അർത്ഥം? ചുറ്റും. എന്താണ് അർത്ഥം? ചുറ്റും. ക്ലിയർ ആയോ? അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഓൾ ദ മീനിങ്സ് ഹിയർ വെരി ക്ലിയർലി. Okay, that's what I'm saying. English language could not be achieved by 1 or 2 days. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ or 5 or 6 days or 15 or 16 days or 1 month or 2 months, that could not be achieved. ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. ആ ലാംഗ്വേജിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി പ്രാക്ടീസിലൂടെ അച്ചീവ് ചെയ്തെടുക്കേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ അതൊരിക്കലും 1-2 ദിവസം കൊണ്ടോ 10-15 ദിവസം കൊണ്ടോ നമുക്ക് കിട്ടില്ല. ഡെയിലി പ്രാക്ടീസിലൂടെ ദാറ്റ് ഷുഡ് ബി അവർ ഓൺ. നമ്മുടെ ഈ ഭാഷ ദാറ്റ് ഷുഡ് ബി അവർ ഓൺ. അത് കൃത്യമായിട്ട് ഒരു വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ആ വഴി നമ്മുടേതായിട്ട് മാറും അല്ലേ? നമുക്കതിലെ എല്ലാ പാർട്ടുകളും, എല്ലാ കുണ്ടും കുഴിയും ഹമ്പും എല്ലാ കാര്യങ്ങളും നമുക്കറിയില്ലേ? അപ്പോൾ എന്താണ്? നമ്മൾ ഡെയിലി പ്രാക്ടീസിലൂടെ, ഡെയിലി നടത്തത്തിലൂടെ നമ്മൾ അച്ചീവ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് ലാംഗ്വേജ് ആണ്. അതും അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒറ്റയടിക്ക് കിട്ടില്ല. അത് നമ്മൾ ഡെയിലി പ്രാക്ടീസിലൂടെ അച്ചീവ് ചെയ്തെടുക്കണം. ക്ലിയർ ആയോ? നമ്മുടെ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ ഓൾ. താങ്ക് യു ഫോർ ഓൾ.